ഇന്ന് നാം സ്ഥിരമായി പത്രത്താളുകളിലും ടിവികളിലും ചർച്ചകൾക്കും കാണുന്ന ഒരു പദപ്രയോഗമുണ്ട്. അതിജീവിത, ഇര. ഇത്തരം പ്രയോഗങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഈ വാക്കുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന പുതിയൊരു സാമൂഹിക പ്രതിസന്ധിയെക്കുറിച്ച് നാം ചർച്ച ചെയ്യാറുമില്ല. പീഡിപ്പിക്കപ്പെടുന്നവൾ പീഡിതരാവുക അല്ലെങ്കിൽ സ്വയം അതിനെ അവസരമൊരുക്കിയ ശേഷം അതിജീവിത എന്ന വാദഗതിയുമായി കോടതി മുറിയിൽ നാണം കെട്ട നീക്കങ്ങൾ നടത്തുവാൻ ഇന്നത്തെ സ്ത്രീ സമൂഹം നിർബന്ധിതരാകുകയാണോ? ഈ ഒരു ചോദ്യം ഇന്ന് സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ്. പല സംഭവങ്ങളും പുരുഷനെ എപ്പോഴും ഒരു പീഡകനായി മാത്രം ചിത്രീകരിക്കുന്ന വിധികളാണ്. സ്ത്രീയുടെ പക്ഷത്ത് എപ്പോഴും ആനുകൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് ചുറ്റുമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. വിവാഹമോചന കേസിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം കുട്ടിയെ പിതാവിൻ്റെ കൂടെ വിടുവാനുള്ള കോടതി വിധി വന്നു. എന്നാൽ കുട്ടിയെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുവാനുള്ള ആ സ്ത്രീയുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ഭർത്താവിൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. ഭർത്താവ് കുട്ടിയെ ശാരീരികമായും ലൈംഗികപരമായും ഉപദ്രവിച്ചു എന്നൊരു ആരോപണം ഉന്നയിച്ച് അത് കുട്ടിയെ കൊണ്ട് തന്നെ അത് പറയിപ്പിച്ചുകൊണ്ട് കോടതിയിൽ അവർ വിജയിച്ചു. കാലം കഴിഞ്ഞപ്പോൾ വളർന്നു വന്ന ആ കുട്ടി പറയുന്നു, എൻ്റെ അച്ഛൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ കുട്ടികളെ കൊണ്ട് ഇത്തരം കള്ളങ്ങൾ പറയിപ്പിച്ച് സമൂഹത്തെ വഴിതെറ്റിക്കുന്നതിലേക്ക് സ്ത്രീ സമൂഹം അധപതിച്ച് പോയോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് കൂട്ടുനിൽക്കുന്ന വക്കീലുമാരും പോലീസും ഭരണാധികാരികളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുമുണ്ട്. നമ്മുടെ പല ജയിലുകളിലും വാർദ്ധക്യത്തിൽ നിൽക്കുന്ന പല പുരുഷന്മാരും തങ്ങളുടെ കൊച്ചുമക്കളെ പീഡിപ്പിച്ചു എന്ന കേസുകളിലാണ് കഴിയുന്നത്. പലപ്പോഴും ഇതിൻ്റെ പിന്നിലും ഒരു ശല്യം ഒഴിവാക്കുക എന്ന സ്ത്രീകളുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകാം. സമൂഹം മൊത്തത്തിൽ പീഡനം, അതിജീവിത എന്ന പദപ്രയോഗങ്ങളാൽ സ്ത്രീ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു മറുവശത്ത് പുരുഷൻ തകർന്ന് തരിപ്പണമാവുകയാണ്. ഇതുകൊണ്ടാണ് പുരുഷന്മാർക്കായി ഒരു കമ്മീഷൻ വേണമെന്ന് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള പല പുരുഷന്മാരും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരമുറകളിൽ ഏർപ്പെട്ടിരിക്കുന്നതും. ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ പുരുഷ കമ്മീഷന്റെ ആവശ്യകതയും പ്രാധാന്യവും നമുക്കൊന്ന് പരിശോധിക്കാം. സ്ത്രീകൾക്ക് ഇന്ന് ദേശീയ വനിതാ കമ്മീഷൻ, കുട്ടികൾക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ബാലാവകാശ കമ്മീഷൻ എന്നിവയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു പ്രത്യേക സംവിധാനം ഇന്ന് ഇന്ത്യയിലില്ല. അത് വേണ്ടതല്ലേ എന്ന് നമുക്കൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് അതിൻ്റെ സങ്കീർണതകളിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ ചില കാര്യങ്ങൾ വിശദീകരിച്ച് പോകേണ്ടതുണ്ട്. ഇന്നത്തെ സാമൂഹിക അവസ്ഥയിൽ പുരുഷ കമ്മീഷന്റെ വാദഗതികൾ നമ്മൾ ഉന്നയിക്കുന്നതിലെ പ്രധാന വാദഗതി ഇതാണ്: നിയമങ്ങളുടെ ദുരുപയോഗം തടയുക. സ്ത്രീപക്ഷ നിയമങ്ങളായ സ്ത്രീധന പീഡനം, ഗാർഹിക പീഡന നിരോധന നിയമം എന്നിവ വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ തീർക്കാൻ ദുരുപയോഗം ചെയ്യപ്പെടുന്ന കേസുകൾ ധാരാളമായിട്ട് ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ നിരപരാധികളായ പുരുഷന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നിയമസഹായം നൽകുവാനും കള്ളപ്പരാതികളെക്കുറിച്ച് അന്വേഷിക്കുവാനും നിയമത്തിൻ്റെ ദുരുപയോഗം തടയുവാനും ഒരു പുരുഷ കമ്മീഷന് മാത്രമേ കഴിയൂ എന്നുള്ളത് പുരുഷന്മാർ ആവശ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമതായി, വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങൾ, നിയമപരമായ വെല്ലുവിളികൾ, സാമൂഹിക അപമാനം എന്നിവ കാരണം വിഷാദം, ആത്മഹത്യ പ്രവണത തുടങ്ങിയ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന പുരുഷന്മാരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മൂന്നാമതൊരു കാര്യമാണ് ലിംഗഭേദമില്ലാതെ നീതി നടപ്പാക്കുക. നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ലിംഗഭേദമില്ലാത്ത സമീപനം ഉറപ്പുവരുത്തുക. നിലവിലെ നിയമങ്ങൾ പലപ്പോഴും പുരുഷനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്ന ആക്ഷേപം പൊതുവേ നിലനിൽക്കുന്നുണ്ട്. പുരുഷൻ തകർന്നു പോകുമ്പോൾ ഈ അതിജീവിത വാദങ്ങൾ ഉപയോഗിച്ച് സ്ത്രീ സമൂഹം എന്താണ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്? സാമൂഹിക നീതിയുടെ കണ്ണുകൾ ഇരുപക്ഷത്തേക്കും ഒരുപോലെ തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് അതുതന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും ഇവിടെ രേഖപ്പെടുത്താം.